My dear brother Rahul Gandhi ji, all my colleagues on stage, Sri Venugopal ji, all those present here, and my dearest sisters and brothers, thank you for coming to this meeting today. And thank you for all the love that you have been giving me for the last few days that I have been campaigning in Wayanad. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായ രാഹുൽ ഗാന്ധിജി, വേദിയിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വയനാട്ടിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്ന് യോഗത്തിന് ഇവിടെ വന്നതിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ പ്രചരണം നടത്തിയപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And here, standing here in Mananthavadi today, this land where there are so many beautiful temples like Tirunelli temple, where my father's ashes were also brought, this land where all of you live together, no matter what religion you are from, in peaceful coexistence. It's a great honor for me to be here. ഞാൻ ഇന്ന് മാനന്തവാടിയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ മനോഹരങ്ങളായ അനേകം ക്ഷേത്രങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് എൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അവശിഷ്ടം ഇവിടെ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുവന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ പല മതങ്ങളിലുള്ള ആളുകൾ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലമാണ് മാനന്തവാടി. You have such a courageous and strong history of leaders like Sri Payasi Raja, Talakal Kanchandu and Edelchena Kunkan. You have always fought for what is right. You have always fought against oppressors, always fought for equality. നിങ്ങൾക്ക് പഴശ്ശിരാജയെ പോലെയുള്ള ധൈര്യത്തോടു കൂടി പോരാടിയ അനേകം നേതാക്കളുടെ ചരിത്രമുണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യത്തോടു കൂടി പോരാടിയിട്ടുണ്ട്. നിങ്ങൾ സമത്വത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. You fought against the British. My tribal brothers and sisters fought against the British and stood up against them. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും അവർക്കെതിരെ നിൽക്കുകയും ചെയ്തു. ആദിവാസികളായ നമ്മളുടെ സഹോദരി സഹോദരന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ധൈര്യത്തോടെ പോരാടിയ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. And when my brother Rahul Gandhi ji was facing massive difficulties, he was being attacked every day by the BJP, a huge campaign was launched against him to tarnish his reputation. Then it is you, my sisters and brothers, who recognized that this man is fighting for what is right. He is fighting for the truth, and you stood by him, you supported him and gave him the courage to fight. എൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധി ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു പ്രചാരണം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങളാണ് അദ്ദേഹത്തിലെ സത്യം തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയായി പോരാടുന്നതെന്ന് മനസ്സിലായി അദ്ദേഹത്തിനോടൊപ്പം നിന്നത് നിങ്ങളാണ്. And when he set off for his Bharat Jodo Yatra, when he was going to walk 4,000 kilometers from Kanyakumari to Kashmir, I remember he was in pain. His knee was hurting. And I remember asking him, how are you going to do it? But he did it because he had your love and your courage in his heart. എൻ്റെ സഹോദരനായ രാഹുൽ ഗാന്ധി അദ്ദേഹം ഭാരത് ജോഡോ നടത്തിയപ്പോൾ അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കലശലായ മുട്ടുവേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ സഹോദരനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ രാജ്യം മുഴുവൻ നടക്കാൻ പോകുന്നത്, താങ്കൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്? പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ ധൈര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ നിങ്ങൾ നൽകിയ ധൈര്യം കൊണ്ടാണ് നടക്കാൻ സാധിച്ചത്. So I am deeply, deeply grateful to you for the love and support you have given Rahul, and because I know that you have treated him like family, and in the last 1 week or so that I have been campaigning here, you have also welcomed me into your homes, into your hearts, like a member of your family. നിങ്ങൾ എൻ്റെ സഹോദരൻ നൽകിയ സ്നേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തെ നിങ്ങൾ കുടുംബം പോലെയാണ് കാണുന്നത്. അതിന് ഞാൻ നിങ്ങളോട് എന്നും ആഴത്തിൽ കടപ്പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇവിടെ പ്രചരണം നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾ എന്നെയും നിങ്ങളുടെ കുടുംബാംഗമായി കാണുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്നെ കുടുംബാംഗമായി സ്വീകരിച്ചിരിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കണം, വഴി മാറി.
ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ വഴി മാടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെയുള്ള വണ്ടികൾ മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്. Please make way for the ambulance to pass. ആംബുലൻസ് പോകാനുള്ള വഴി നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. So for me it is a really great honor to be the UDF candidate in this election. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദരവായി ഞാൻ കണക്കാക്കുകയാണ്. Your land is blessed with a great history, with immense natural beauty, and your hearts have a warmth which is unusual and beautiful. ഈ രാജ്യം എന്ന് പറയുന്നത് ആംബുലൻസ് You need to clear the way for the അവിടെ ambulance. നിൽക്കുന്ന കടന്നു പോകാനുള്ള വഴിയൊരുക്കും. ആംബുലൻസ് എന്തോ Nobody is there? No patient? ഇറ്റ് ഈസ് ഓക്കെ. എന്താ പ്രശ്നമില്ല, No problem? ഇറ്റ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. Huh? Oh, okay. Okay, it's part of the... Okay. നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ രാജ്യത്തിന് മനോഹരമായൊരു ചരിത്രമുണ്ട്. ഇവിടെ സ്വാഭാവികമായ പ്രകൃതി സൗന്ദര്യമുണ്ട്. അതുമാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരികമായ സൗന്ദര്യമുള്ളവർ, അസാധാരണമായ സൗന്ദര്യമുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങൾ. And since I have been moving around and my brother has also told me about all the issues that you face, I have been noticing that the people of Wayanad and this area of Wayanad, you have immense potential. ഞാൻ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വയനാട്ടിൽ വന്ന് ഇവിടെ ഇത്രയും ദിവസം പ്രചരണം നടത്തിയ ദിവസങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യേക ഭാഗത്ത് നിങ്ങൾക്ക് ധാരാളം കഴിവുകളുണ്ട്. With the natural beauty that you possess, so much can be done to strengthen tourism here. ഇവിടെയുള്ള പ്രകൃതി സൗന്ദര്യം, ആ പ്രകൃതി സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിനോദസഞ്ചാര വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. You grow crops like coffee, rice, tea and bananas and so many other valuable crops that should be marketed properly, and if a good food processing mechanism was there, so much more could be done to enhance your livelihoods. നിങ്ങൾ ഇവിടെ കാപ്പി കൃഷി നടത്തുന്നു, നെല്ല് കൃഷി നടത്തുന്നു, തേയില കൃഷി നടത്തുന്നു, അതുപോലെ വാഴ കൃഷി നടത്തുന്നു. ഇവിടെയൊക്കെ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, കൃത്യമായി വിപണിയിൽ എത്തിക്കാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. Yet many of you are facing very basic difficulties. പക്ഷേ നിങ്ങളിൽ പലരും അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. As you know, unemployment is at an all-time high in our country. നിങ്ങൾക്കറിയാവുന്നതുപോലെ തൊഴിലില്ലായ്മ നിരക്ക് എല്ലാ കാലത്തേതിലും ഏറ്റവും ഉയർന്നതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത്. You work so hard to educate your children, but it is almost impossible for them to find jobs today. നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് ഇന്ന് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. My sisters are all standing here. I know how your daily struggles have been affected by the rise in prices and how difficult it is, no matter how hard you work, no matter how much you are earning, to be able to make a living and to be able to carry on from one day to the next. എനിക്കറിയാം എൻ്റെ സഹോദരിമാർ ഇവിടെ നിൽക്കുന്നുണ്ട്. വർദ്ധിച്ച വിലക്കയറ്റം മൂലം എല്ലാ ദിവസവും നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രമാത്രമാണെന്ന്, നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടാലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് കൃത്യമായി അറിയാം. My brother fought hard for the medical college and he also achieved some success, but the facilities that have to be provided there still need to be strengthened and still need to be provided. It is sad that after all the efforts the state government has put a board there saying medical college, but still not started the activities that they should be starting for it to be a fully functional facility. എൻ്റെ സഹോദരൻ നിങ്ങളുടെ അത്യാവശ്യ കാര്യമായ മെഡിക്കൽ കോളേജിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തു. എങ്കിലും കഷ്ടമാണ്, അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടും ഇന്ന് അവിടെ മെഡിക്കൽ കോളേജ് എന്നൊരു ബോർഡ് അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഓരോ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള കാര്യമാണ്. I know how deeply you feel for this issue. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ആഴത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ആഴത്തിലുള്ള ഒരു തോന്നലുണ്ടെന്ന് എനിക്കറിയാം. I worked for many years in a home of Mother Teresa's sisters, and one of my closest friends there
is a sister called Sister Rosebell, who is from Mananthavadi. Okay, Yeah. Sister Rosebell. She is Okay. from Mananthavadi. Yeah. Okay. ഞാൻ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് നാളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ റോസ്ബെൽറ്റ് മാനന്തവാടിയിൽ നിന്നുള്ള സിസ്റ്ററാണ്. And when she heard that I was standing from Wayanad, she called me to the home. I went to see her and she told me, "You promised me one thing, Priyanka." So I said, "Yes, sister." She said, "You promised me that you will fight for that medical college, and however hard it is, you will not stop voicing our demand for it." And she told me that her mother was 29 years old when she passed away in the hospital here because the medical facilities were not available. നിങ്ങൾക്കറിയാവോ, ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റർ റോസ്ബെൽറ്റ് ഞാൻ വയനാട്ടിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ സിസ്റ്ററിനെ വീട്ടിൽ കാണാൻ പോയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, "പ്രിയങ്ക, നിങ്ങൾ എന്നോട് ഒരു കാര്യം എനിക്ക് വാഗ്ദാനം നൽകണം. വയനാട്ടിലെ മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഠിനമായി അധ്വാനിക്കാമോ, പരിശ്രമിക്കാമോ, ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. കാരണം എൻ്റെ അമ്മ 29 വർഷം മുമ്പ് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ മരിച്ചു പോയതാണ്" എന്ന് ആ സിസ്റ്റർ പറഞ്ഞു. So I promised her, and I'm promising you, that the fight Rahul ji started to establish the medical college and its full facilities in Wayanad here in Mananthavadi will be carried on by me. ഞാൻ ആ സിസ്റ്ററിന് വാഗ്ദാനം നൽകിയതുപോലെ, ആ സിസ്റ്ററിന് വാക്ക് കൊടുത്തതുപോലെ ഇന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരൻ തുടങ്ങിയ പരിശ്രമം അതിൻ്റെ പൂർത്തിയിലെത്തുന്നത് വരെ പരിശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. My tribal brothers and sisters, you face so many difficulties too. There's a lack of basic facilities, drinking water facilities, and Rahul ji did so much to provide housing and to help you to overcome these difficulties. എൻ്റെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ധാരാളം ശുദ്ധജലം ലഭ്യമാകുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ട്, മറ്റനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. രാഹുൽ ജി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്താനാവുന്ന വിധം സഹായിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. But more funding is needed for your housing. More job opportunities are needed. നിങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ആവശ്യമുണ്ട്. Lack of access to medical facilities is such a big issue, to health facilities, education. Rahul ji started the medical vans. I will continue that, but I will also come to you and understand how we can fight so that your problems can be alleviated and you can have a better future. ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങളുടെ അഭാവമുണ്ട്, അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ അഭാവമുണ്ട്. രാഹുൽ ജി മെഡിക്കൽ വാൻ ആരംഭിച്ചു. അതുപോലെ തന്നെ മറ്റെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കാം എന്ന കാര്യത്തിൽ, എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്ന കാര്യത്തിൽ നിങ്ങളോട് കണ്ട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. When there are emergencies, your relatives fall sick, there is a problem, you're not able to travel because of the night road ban. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ആവശ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ രാത്രി യാത്രാ നിരോധനം കാരണം പലപ്പോഴും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. And there is a massive traffic issue even on the Churam road, and alternate roads need to be found, like the Kunhome to Vilangad road. Sorry, my pronunciation I will learn. ചുരം റോഡിലും അതുപോലെ തന്നെ കുനോമി വിലങ്കാട് റോഡ്, ക്ഷമിക്കണം, അതിൻ്റെ പലപ്പോഴും ഉച്ചാരണം തെറ്റിപ്പോയാൽ ക്ഷമിക്കണം. പല റോഡിലും നിങ്ങൾക്ക് ഗതാഗത കുരുക്കിൻ്റെ, ട്രാഫിക്കിൻ്റെ പ്രശ്നമുണ്ട്. അതിന് പകരം ബദൽ റോഡുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. And the conflict that you're facing because of the wild animals that come and destroy your crops and the loss of lives, I was shocked to hear how many lives have been lost. And this is also a problem that we need to work hard together to find a resolution for. വന്യജീവി മനുഷ്യ സംഘർഷം വയനാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങളുടെ വിളകൾ നഷ്ടപ്പെടുന്നു, അതുപോലെ ഇവിടെ എത്രമാത്രം മനുഷ്യ ജീവനുകളാണ് അതിലൂടെ നഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. The Manrega program had greatly benefited your tribal communities, but the central government funding for it has reduced and the jobs available through it have reduced. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫലമായി ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് ധാരാളം ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ട സാമ്പത്തിക സഹായം കുറച്ചിരിക്കുകയാണ്. We need to raise your voice in parliament and other platforms to push the government
to increase the funding again so that there is a better opportunity for you. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും മറ്റു വേദികളിലും ഉയർത്തണം. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ലഭ്യമാകുന്ന ഫണ്ടിംഗ്, സാമ്പത്തിക സഹായം ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി ശബ്ദം ഉയർത്തിയേ പറ്റൂ. The rainy season here continues much longer than in other places. And because of it, you have a lot of loss of your crop and your livelihood. അത് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ മഴക്കാലം കുറേ നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിളകൾക്ക് നാശമുണ്ടാകുന്നു, നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ജീവനോപാധിക്ക് നിങ്ങൾക്ക് വലിയ തടസ്സങ്ങൾ നേരിടുന്നു. But the policies of the central government are such that they focus on waiving loans for all their rich businessmen friends. 16 lakh crores of rupees have been waived, but they don't help or give you adequate compensation when you have such a loss of crop. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ എങ്ങനെയാണ്? അവരുടെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് 16 ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതി തള്ളുകയാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ വിള നഷ്ടമുണ്ടാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. My sisters and brothers, so much more can be done if we stand together and we fight together for your needs. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പോരാടിയാൽ ഈ നാടിന് വേണ്ടി നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. Rahul ji has shown the way. He has again and again fought for you in parliament, raised your issues and tried very hard to resolve whatever problems that were possible to resolve. ഇതിൽ വഴി കാണിച്ചു തന്നിട്ടുണ്ട് രാഹുൽ ജി. അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായി നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. But the fundamental issue, the reason why there isn't focus on resolving your daily problems, why prices are rising across the country, why unemployment is an all-time high, the fundamental issue is that the governments that are there in the center and the state are not working for the people. നിങ്ങൾക്കറിയുമോ, ഇവിടെ വിലക്കയറ്റമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് നേരിടേണ്ട അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതെന്ന് നിങ്ങൾക്കറിയുമോ? കേന്ദ്രത്തിലുള്ള ഗവൺമെന്റുകളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലല്ല ഗവൺമെന്റുകളുടെ ശ്രദ്ധ. Modi ji's government works only for his big businessmen friends. നരേന്ദ്ര മോദിയുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ അതിസമ്പന്നരായ വ്യവസായ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. His objective is not to give you a better life. It is not to find new jobs for your young who are educated. It is not to provide better health or education initiatives and programs. It is simply to stay in power by any means possible. നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം ലഭ്യമാക്കലല്ല, നിങ്ങളുടെ കുട്ടിക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ നൽകുന്നതല്ല, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതല്ല. അദ്ദേഹത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏതു വിധേനയും അധികാരത്തിൽ തുടരുക എന്നത് മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഒരേ ഒരു ലക്ഷ്യം. And what are those means? Those means are dividing you, spreading anger, spreading hatred amongst you. എന്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ? ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഭീഷണി, അവരുടെ ഇടയിൽ ദ്വേഷം ഉണ്ടാക്കുക, ജനങ്ങളുടെ ഇടയിൽ വൈരാഗ്യം പടർത്തുക, വിദ്വേഷം പടർത്തുക, ഭയം പടർത്തുക. ഇതാണ് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരാൻ ഉപയോഗിക്കുന്നത്. Taking your rights away from you, oppressing democratic institutions, taking your lands, giving them to big business people, taking your ports, airports, everything that rightfully belongs to the people of India and handing it to his friends. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ട ഭൂമി, നമ്മുടെ തുറമുഖങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വ്യവസായികളായ സുഹൃത്തുക്കൾക്ക് കൈമാറ്റം ചെയ്യുക എന്നത് മാത്രമാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. So my sisters and brothers, the fight that Rahul Gandhi ji has been fighting is your fight. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രാഹുൽ ഗാന്ധിജി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ പോരാട്ടമാണ്. It is our fight, every single one of us standing or sitting on this stage, and it is your fight, each and every Indian who loves his country and who believes in democracy and equality.
രാഹുൽ ഗാന്ധിജി പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാത്രം പോരാട്ടമല്ല, ഈ വേദിയിലിരിക്കുന്ന ഓരോ മനുഷ്യരുടെയും പോരാട്ടമാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ തുല്യതയിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പോരാട്ടമാണ് അദ്ദേഹം ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. By supporting him when he was in the most difficult situation, when Modi ji had removed his membership to parliament, when Modi ji had taken away his house and attacked him in every possible manner, you stood for what is right. രാഹുൽ ഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി. മോദിജി അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് അയോഗ്യമാക്കിയ സമയം, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റിയ സമയം അദ്ദേഹത്തിനോടൊപ്പം നിന്നത്, അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. So my sisters and brothers of Wayanad, stand with us today in this fight as you have done before, and let us create a better future for our country, a better future for your children. Let us make Wayanad shine. Let the whole country look at Wayanad and see what a beautiful place it is and how much potential you have. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ നേരത്തെ നിന്നതുപോലെ ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. വയനാടിനൊരു മനോഹരമായ ഭാവി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഈ ലോകം മുഴുവൻ വയനാട് തിളങ്ങുന്നതിന് വേണ്ടി, വയനാട് എത്ര മനോഹരമായ പ്രദേശമാണെന്ന് ഇന്ത്യ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് നിൽക്കുക. Thank you for your love and for your patience in listening to me. And your patience also, Rahul ji, in listening to your sister's long speeches. And I invite Rahul ji now to speak to you and say a few words to you. Thank you. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ ക്ഷമയ്ക്ക് നിങ്ങളോട് നന്ദി പറയുന്നു. അതുപോലെ സ്വന്തം സഹോദരിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കാൻ അദ്ദേഹം കാണിച്ച ക്ഷമയ്ക്ക് രാഹുൽ ജിയോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. രാഹുൽ ജി സംസാരിക്കുന്നതിന് വേണ്ടി രാഹുൽ ജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. प्रियंका जी, प्रियंका जी, केसी वेणुगोपाल जी, अब्दुल समाद समादाना जी, टी सिद्दीक जी, आईसी बालाकृष्णन जी, एनडी अप्पचन जी, सनी जोसेफ जी, AKM अशरफ जी, सी ममूटी जी, अहमद हादी जी, अब्दुल रहमान कल्याणी जी, PK जयलक्ष्मी जी, and our PCC president Sudhakaran ji. I'd like to welcome all of you here today. വേദിയിലിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. So this is the first time that I have come to a meeting to campaign for my sister. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു യോഗത്തിൽ വന്ന് എൻ്റെ അനുജത്തിക്ക് വേണ്ടി, സഹോദരിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഞാൻ. Now, normally my first election campaign, my sister campaigned for me. Second one, she campaigned for me. Third one, she campaigned for me. Fourth one, she campaigned for me. Mother's campaign, father's campaign. My sister has always been the campaigner. She has never stood for election. നിങ്ങൾക്കറിയോ സാധാരണ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. രണ്ടാമത്തെ ഇലക്ഷൻ, മൂന്നാമത്തെ ഇലക്ഷൻ, നാലാമത്തെ ഇലക്ഷൻ, അതിലെല്ലാം എൻ്റെ സഹോദരി എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രചരണം നടത്തി, എൻ്റെ അച്ഛന് വേണ്ടി പ്രചരണം നടത്തി. സാധാരണ എൻ്റെ സഹോദരി എല്ലാ പ്രാവശ്യവും പ്രചാരകയായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. That should tell you something about her character. എന്തുകൊണ്ടാണ് അത്? എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രചാരകയായിട്ടാണ് എൻ്റെ സഹോദരി പ്രവർത്തിച്ചത് എന്നത് എൻ്റെ സഹോദരിയുടെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. Now, in this meeting, I have a choice in front of me. I can either give a political speech or I can give a speech I would give to my family members. ഇന്ന് ഈ യോഗത്തിൽ എൻ്റെ മുൻപിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒരർത്ഥത്തിൽ എനിക്കൊരു രാഷ്ട്രീയ പ്രസംഗം നടത്താം, അല്ലെങ്കിൽ
ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രസംഗവും എനിക്കിവിടെ നടത്താം. I would rather speak to you the same way I would speak to my mother or my father or my sister. So I would rather give you a speech which will tell you a little bit about the candidate herself. ഞാൻ പക്ഷേ വയനാട്ടിലെ മാനന്തവാടിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അമ്മയോട്, എൻ്റെ സഹോദരിയോട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട്, എൻ്റെ വീട്ടിലെ ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിലുപരി എൻ്റെ സഹോദരിയായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. And anyway, she has already mentioned Mr. Modi and we are all bored of him, so why mention him twice? എന്ത് പറഞ്ഞാലും എൻ്റെ സഹോദരി പ്രിയങ്കാജി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ ബോറടിച്ചിരിക്കുക. ഇനി എന്തിനാ വീണ്ടും അദ്ദേഹത്തെ പറ്റി പറയുന്നത്? So I was sitting there while she was speaking and I was thinking about my sister, and I remembered one time when we were small, my father used to make us like making us compete. So when we were small, he gave us one small camera each. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ സഹോദരി സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്ത് പറയണമെന്ന്. ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ ഒരു സാഹചര്യം ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ക്യാമറ അദ്ദേഹം തന്നു. You know those types you used to get which you could throw away, the disposable ones. അതെ, നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കളയാൻ പറ്റുന്ന തരം ക്യാമറകളില്ലേ, അത്തരം ക്യാമറകളായിരുന്നു തന്നിരുന്നത്. Nowadays it's all in the phone, but earlier generation will remember that the camera used to be a separate box and sometimes you could get those cheap ones which you throw away after you use. ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് അറിയില്ല, കാരണം ഇപ്പം നമ്മുടെ ക്യാമറ എല്ലാം ഫോണിലുണ്ട്. പക്ഷെ മുമ്പുള്ള തലമുറയ്ക്ക് അറിയാം, പണ്ടത്തെ കൊച്ചു ക്യാമറ നമ്മളത് ഉപയോഗിച്ച ശേഷം കളയുന്ന ഒരു തരം ക്യാമറയില്ലേ, അതായിരുന്നു അദ്ദേഹം തന്നത്. So my father gave one to my sister and one to me, and he said, look, in 1 week whoever takes the best picture is going to win a prize. എൻ്റെ അച്ഛനെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് എൻ്റെ സഹോദരിക്ക് ഓരോ ക്യാമറ തന്നിട്ട് പറഞ്ഞു, ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരാണോ ഏറ്റവും നല്ല പടം എടുക്കുന്നത് ആ ആളിനൊരു സമ്മാനം ഞാൻ തരും. So for the next 1 week, my sister and me, every opportunity we got, every person we got, every flower, every animal we got, we were taking pictures. അടുത്ത ഒരാഴ്ച ഞാനും എൻ്റെ സഹോദരി എന്താ ചെയ്തത്, ഏത് മനുഷ്യനെ കണ്ടാലും, ഏത് മൃഗത്തെ കണ്ടാലും, ഏത് പൂവിനെ കണ്ടാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പടം എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരാഴ്ച നടക്കുകയായിരുന്നു. I would take pictures of my grandmother, of my mother. She would take pictures of the dogs. Everybody was being photographed. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ, എൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ പടം എടുക്കും, എൻ്റെ സഹോദരിയാണെങ്കിൽ അവിടെയുള്ള ഒരു നായ്ക്കുട്ടിയുടെ ഒക്കെ പടം എടുക്കും. അങ്ങനെ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ എല്ലാവരെയും ഫോട്ടോ എടുത്ത് നല്ല തിരക്കിലായിരുന്നു. Now I don't remember who won the competition. I still don't remember. I won. പക്ഷെ Okay. എനിക്ക് ഓർമ്മയില്ല ആരാണ് ആ മത്സരത്തിൽ ജയിച്ചത്. Okay, she's telling me I won the competition. പ്രിയ സഹോദരി എന്നോട് പറയാണ് ഞാനാണ് ആ മത്സരം ജയിച്ചതെന്ന് എന്നോട് ഇവിടെ ഇരുന്ന് പറയുകയാണ്. But why I'm telling you this story is not because of who won the competition, but because what happened 10, 15, 20, 30 years later. ഞാൻ ഇന്ന് നിങ്ങളോടത് പറയുന്നത്, ഈ കഥ പറയുന്നത് മത്സരത്തിൽ ആര് ജയിച്ചു എന്നതിൻ്റെ പേരിലല്ല, പക്ഷെ 10, 15, 20 വർഷങ്ങൾക്ക് ശേഷം, 30 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത്. My sister, even though she lost the competition, did not stop photography. എന്താണെന്നറിയോ, എൻ്റെ അനുജത്തി ആ മത്സരത്തിൽ ജയിച്ചില്ല, പക്ഷെ എന്നിട്ടും ഫോട്ടോ എടുക്കുക എന്നുള്ളത്, ഫോട്ടോഗ്രാഫി എൻ്റെ അനുജത്തി സഹോദരി ഉപേക്ഷിച്ചില്ല. She persevered, she took photographs, she learned how to take photographs, and today I can confidently say she's a much better photographer than me. എന്താ ചെയ്തത്, എൻ്റെ സഹോദരി ഫോട്ടോ എടുക്കുന്നത് ഉപേക്ഷിച്ചില്ല, സ്ഥിരോത്സാഹത്തോടു കൂടി ഫോട്ടോ എടുക്കാൻ പഠിച്ചു, ഒരുപാട് ഫോട്ടോ എടുത്തു, അത് പിന്തുടരുക തന്നെ ചെയ്തു. ഇന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കും, എന്നെക്കാളും മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ സഹോദരി എന്ന് പറയാൻ സാധിക്കും. And not only does she take photographs, her son also takes photographs. അതെൻ്റെ സഹോദരി മാത്രമല്ല, സഹോദരിയുടെ പുത്രനും ഫോട്ടോ എടുക്കാൻ മിടുക്കനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. Now people think taking a photograph is simply just pressing the button.
ആളുകൾ വിചാരിക്കുന്ന ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, വെറുതെ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതാണ് ഫോട്ടോ എടുക്കുന്നത് വിചാരിക്കുന്നത്. But in fact, that's not what taking a photograph is. പക്ഷേ ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് മാത്രമല്ല. To take a good photograph, you have to understand very well the person that you are photographing. നിങ്ങൾ ഒരു നല്ല ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ വ്യക്തിയെ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. You have to understand what that person is feeling. ആ മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത്, ആ മനുഷ്യൻ എന്ത് വികാരമാണുള്ളത്, മനസ്സിൽ എന്താണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. You have to understand what that person is feeling scared of. ആ മനുഷ്യൻ എന്താണ്, can you repeat the last part? You have to understand his fear. You have to understand his aspirations. ആ മനുഷ്യന്റെ ഭയം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം, ആ മനുഷ്യന്റെ അഭിലാഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. And most important, you have to have compassion for the other person. You have to have feeling for the other person. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായി ആരുടെ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നോ ആ വ്യക്തിയോട് നിങ്ങൾക്ക് സഹാനുഭൂതി ഉണ്ടാവണം, ആ വ്യക്തിയോട് മാനുഷികമായിട്ടുള്ളൊരു വികാരം ഉണ്ടാവണം. Almost the photographer has to dissolve himself and become the person that he is photographing. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ഫോട്ടോഗ്രാഫർ ആ വ്യക്തിയിൽ സ്വയം അലിഞ്ഞില്ലാതായി മറ്റു വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമുക്കൊരു നല്ല ഫോട്ടോ എടുക്കാൻ. He has to imagine the world from the person he is photographing's perspective. ഫോട്ടോ എടുക്കുന്ന ആളിന് ആരുടെ ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ആളിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ലോകത്തെ കാണാൻ സാധിക്കണം, ചിന്തിക്കാൻ, സങ്കല്പിക്കാൻ സാധിക്കണം. So for example, many politicians will see a farmer and they will say, oh, that is a farmer. ഉദാഹരണത്തിന് പല രാഷ്ട്രീയക്കാരും ഒരു കർഷകനെ കാണുമ്പോൾ പറയും, നോക്കൂ അതൊരു കർഷകനാണ് എന്ന് പറയും. My sister will never do that. എന്റെ സഹോദരി ഒരിക്കലും അത് ചെയ്യില്ല. My sister will see the farmer and then say, that is a father, that is a brother, he has a sister. She will try to understand that person. എൻ്റെ സഹോദരി ഒരു കർഷകനെ കാണുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല ഒരു കർഷകനാണെന്ന്. എൻ്റെ സഹോദരി എന്താണെന്നോ പറയുന്നത്, അതൊരു അച്ഛനാണ്, അതൊരു സഹോദരനാണ് എന്ന് പറഞ്ഞ്, അതൊരു മകനാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ മനസ്സിലാക്കാനായിരിക്കും എൻ്റെ സഹോദരി ശ്രമിക്കുക. She will try to understand what that person is going through. ആ മനുഷ്യൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് എൻ്റെ സഹോദരി ശ്രമിക്കുക. Like we politicians will say, oh, the farmer is not getting the right price. സാധാരണ നിങ്ങൾ നോക്കൂ, സാധാരണ രാഷ്ട്രീയക്കാരെന്ത് പറയും, ആ കർഷകന് കൃത്യമായിട്ടുള്ള ശരിയായ വില ലഭിക്കുന്നില്ല. She will go and talk to the farmer and ask the farmer, how do you feel when you didn't get the right price? പക്ഷേ എൻ്റെ സഹോദരി എന്താണ് ചെയ്യുന്നത്, സഹോദരി പോയി ആ കർഷകനോട് സംസാരിച്ചിട്ട് ചോദിക്കും, നിങ്ങൾക്ക് കൃത്യമായ ശരിയായ വില കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താ തോന്നിയത്? How did you feel when you could not pay your son's school fees? നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ നിങ്ങൾക്ക് തോന്നിയതെന്നായിരിക്കും എൻ്റെ സഹോദരി ചോദിക്കുക. How did you feel when you saw your mother was in the ICU and you could not pay for her fees? നിങ്ങളുടെ അമ്മ ICUയിൽ കിടന്നപ്പോൾ ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ട പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുണ്ടാവുക എന്നാണ് സഹോദരി ചോദിക്കുക. So she's traveled a long distance from the little girl who was taking the photographs. എൻ്റെ സഹോദരി അന്ന് ഫോട്ടോ എടുത്ത ആ ചെറിയ പെൺകുട്ടിയിൽ നിന്നും ഒരുപാട് ദൂരം ഇന്ന് സഞ്ചരിച്ചു. And the distance traveled is all about understanding the other person. എൻ്റെ സഹോദരി സഞ്ചരിച്ച ഈ വലിയ ദൂരം എന്ന് പറയുന്നത് ആ ദൂരം മുഴുവൻ മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കിയാണ് ഈ ദൂരം സഞ്ചരിച്ചത്. Defending the interest of the other person. മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ്. Everybody likes to put labels. He's a farmer. He's a laborer. He's a businessman. He's a Hindu. He's a Muslim. He's a Sikh. He's a Christian. She goes behind the label. നമ്മൾ എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവർക്കും ഓരോ അടയാളങ്ങൾ മേൽവിലാസം കൊടുക്കും. അത് കർഷകരാണ്, ഇത് തൊഴിലാളിയാണ്, ഇത് ബിസിനസ്സുകാരനാണ്, ഇത് ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, സിഖാണ്. പക്ഷേ എൻ്റെ സഹോദരി മനുഷ്യർക്ക് കൊടുക്കുന്ന ഈ എല്ലാ അടയാളങ്ങൾക്കും മേൽവിലാസങ്ങൾക്കും ഉപരിയായി ചിന്തിക്കുന്ന ആളാണ്. She understands that the beauty is that everybody has millions and millions of labels. അദ്ദേഹം എൻ്റെ സഹോദരി മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറയോ, ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ലക്ഷക്കണക്കിന് അടയാളങ്ങളുണ്ട്, വിലാസങ്ങളുണ്ട്. Every single person is unique. Everything is unique. ഓരോരുത്തരും വ്യത്യസ്തതയുള്ള സ്വഭാവമാണ്. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. Someone might see a weakness. She will see a strength. മറ്റൊരാൾ ഏറ്റവും ദുർബലമായി കാണുന്നിടത്ത്
എൻ്റെ സഹോദരി കാണുന്നത് ഒരു പക്ഷേ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. That is my sister. അതാണ് എൻ്റെ സഹോദരി. Now, I am lucky to have her as a sister. I am lucky to have her as a sister. ഇങ്ങനെ ഒരു സഹോദരിയെ ലഭിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാണ്. Now you are also lucky to have her as a sister. ഇപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ സഹോദരിയെ സഹോദരിയായിട്ട് കിട്ടാൻ നിങ്ങളും ഭാഗ്യം ചെയ്തവരാണ്. And she can do more roles than me. She can do more roles than me. ഒരുപാട് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ സഹോദരിക്ക് ചെയ്യാൻ സാധിക്കും. I cannot be mother, she can be mother. എനിക്ക് അമ്മയാവാൻ സാധിക്കില്ല, പക്ഷെ എൻ്റെ സഹോദരിക്ക് അമ്മയാവാൻ സാധിക്കും. Right? So she is going to be like your sister, like your mother, like your daughter. എൻ്റെ സഹോദരി നിങ്ങളുടെ അമ്മയായി പോലെ ആകാൻ പോവുകയാണ്, നിങ്ങളുടെ മകളെ പോലെ ആകാൻ പോവുകയാണ്, നിങ്ങളുടെ സഹോദരി ആകാൻ പോവുകയാണ് എൻ്റെ സഹോദരി. And sometimes I am a little more logical. ചിലപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയെക്കാൾ കുറച്ചുകൂടെ കാര്യകാരണ സഹിതം യുക്തിപരമായി ചിന്തിക്കുന്ന ആളാണ്. But she is more emotional than me. പക്ഷേ എന്നെക്കാളും വൈകാരികമായി ചിന്തിക്കുന്ന വൈകാരികതയുള്ള ആളാണ് എൻ്റെ സഹോദരി. So I am confident that you now have the best possible MP that you could get. You're going to get the best possible MP that you could get. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യമായ ഏറ്റവും മികച്ച ജനപ്രതിനിധിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. She is not going to let go of any problem that you put in front of her. നിങ്ങൾ എൻ്റെ സഹോദരിക്ക് മുൻപിൽ കൊണ്ടുവരുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാതെ എൻ്റെ സഹോദരി ഒരിക്കലും അത് പരിഹരിക്കാതിരിക്കാൻ പോകുന്നില്ല. Like the little girl who didn't let go of the camera for 35-40 years and learned how to use the camera and became better and better at it. She's not going to let go of your problems. എങ്ങനെയാണ് ഒരു ചെറിയ പെൺകുട്ടി 30-35 വർഷം കയ്യിലുണ്ടായിരുന്ന ആ ക്യാമറ കളയാതെ അതിൽ പരിശീലിച്ച് മികച്ച ഒരു ഫോട്ടോഗ്രാഫർ ആയത്, അതുപോലെ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, പ്രശ്നങ്ങൾ വെറുതെ വിടുന്ന ഒരിക്കലും എൻ്റെ സഹോദരി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വിടില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. I'm confidently saying that to you. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയാണ്. There could not be a better person as your member of parliament. നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, ഇതിലും മികച്ച ഒരു ജനപ്രതിനിധിയെ നിങ്ങൾക്ക് ലഭിക്കില്ല, മറ്റൊരു മികച്ച പ്രതിനിധി ഉണ്ടാവില്ല എന്ന് പറയുക. This is not a political argument I'm making. ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒരു രാഷ്ട്രീയ വാദമല്ല നിങ്ങളോട് പറയുന്നത്. This is a human argument I'm making. ഒരു മാനുഷികമായിട്ടുള്ള ഒരു വാദമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. And in today's world, human argument is very important, has been forgotten. ശരിക്കും നമ്മൾ ഇന്നത്തെ ലോകത്ത് മറന്നു പോകുന്നത് എന്താ? മാനുഷികമായ ചിന്തകൾ, മാനുഷികമായ വാദങ്ങൾ, അത് വളരെയധികം പ്രധാനപ്പെട്ടതെന്നാണ് നമ്മൾ മറക്കുന്നത്. Everywhere you see violence, you see anger, you see hatred, you don't see humanity. നിങ്ങൾ എല്ലായിടത്തും എന്താ കാണുന്നത്? അക്രമം കാണുന്നു, ദ്വേഷം കാണുന്നു, വിദ്വേഷം കാണുന്നു. നമ്മൾ മനുഷ്യത്വം കാണുന്നതേ ഇല്ല ഇന്നത്തെ ലോകത്ത്. She is the person who went and hugged the girl who was implicated in my father's assassination. She is the person who went and hugged the girl who was implicated in my father's assassination. നിങ്ങൾക്കറിയോ, എൻ്റെ സഹോദരി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതയായ സ്ത്രീയെ പോയി ആലിംഗനം ചെയ്ത ആളാണ് എൻ്റെ സഹോദരി. She said to me after she came back, after meeting Nalini, that I felt very bad for her. നളിനിയെ കണ്ട ശേഷം എൻ്റെ സഹോദരി എന്നോട് വന്ന് പറഞ്ഞ എന്താണെന്നറിയോ? നളിനിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി, അവരെ കുറിച്ച് ഓർത്ത് എനിക്ക് You please understand what I'm saying to you. The girl was implicated in her father's assassination. She went and met her, and then she says to me that I'm feeling bad for her. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രിയപ്പെട്ട മനസ്സിലാക്കുക, എൻ്റെ സഹോദരിയുടെ അച്ഛനെ കൊലപാതകം ചെയ്ത സ്ത്രീയെ, പെൺകുട്ടിയെ പോയി കണ്ട് ആ പെൺകുട്ടിയോട് സംസാരിച്ച് തിരിച്ചു വന്നിട്ട് എന്നോട് പറയാണ്, ആ പെൺകുട്ടിയെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. That is the training that she has received. അതാണ് എൻ്റെ സഹോദരിക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം എന്ന് പറയുന്നത്. And to me, that is the type of politics that needs to be done in India. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരി പ്രതിദാനം ചെയ്യുന്ന ആ രാഷ്ട്രീയം ഇന്ന് ഇന്ത്യയിൽ വേണ്ടത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ്. Not politics of hatred, but politics of love and affection. നമുക്ക് വേണ്ടത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമല്ല, സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ രാഷ്ട്രീയമാണ് ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത്. This morning when we were coming here,
she had a list. You give me that list? ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോ എന്റെ അനുജത്തിയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പട്ടിക ഉണ്ടായിരുന്നു. I'm going to show you. Here's the list. She gave me this list. ഈ ലിസ്റ്റ് ആണ് ഈ ഫോണിലുണ്ട്. ലിസ്റ്റ് Tourism, infrastructure. She's already started thinking about what she can do for you. അവിടെ എന്താ പറയുന്ന അടിസ്ഥാന സൗകര്യം, ഇവിടുത്തെ ടൂറിസം, വിനോദസഞ്ചാരം, വയനാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ തന്നെ ആലോചിച്ച് തുടങ്ങി അത് ലിസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് എന്റെ സഹോദരി. The main fight in the country today, bigger than the fight that is taking place in Wayanad, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം, പോരാട്ടം എന്ന് പറയുന്നത് is the fight for the constitution of our country. നമ്മുടെ രാജ്യത്തിന്റെ, അത് വയനാട്ടിലായിക്കൊള്ളട്ടെ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. The protection that we get, the greatness of our country, all emerges from the constitution. നമുക്കിന്ന് ലഭിക്കുന്ന സംരക്ഷണം, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നതെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്. And the constitution was not written with anger, with hatred and with arrogance. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്, ഭരണഘടന എഴുതപ്പെട്ടത് ദ്വേഷം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ധാർഷ്ട്യം കൊണ്ടോ അല്ല നമ്മുടെ ഭരണഘടന എഴുതിയത്. It was written by people who fought the British, had suffered, spent years and years and years in jail. നമ്മുടെ ഭരണഘടന എഴുതിയ ആളുകൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി കഷ്ടപ്പാടുകൾ സഹിച്ച് വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ മനുഷ്യരാണ് നമ്മുടെ ഭരണഘടന എഴുതിയത്. And they wrote the constitution with humility, with love and with affection. അവര് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് വിനയത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്, ഇഷ്ടത്തോടു കൂടിയാണ് അവർ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചത്. This is a fight between love and hatred. ഇന്ന് നമ്മൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് സ്നേഹവും വെറുപ്പും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. Between confidence and insecurity. ആത്മവിശ്വാസവും അരക്ഷിതത്വവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. Between humility and arrogance. വിനയവും ധാർഷ്ട്യത്തിനിടയിലുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. And I want you to think of it like that. ഞാൻ നിങ്ങളോട് അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ആ പോരാട്ടത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. Hatred is not there only in Mr. Modi. നിങ്ങൾ ചിന്തിക്കുക, നരേന്ദ്രമോദിയിൽ മാത്രമല്ല വിദ്വേഷമുള്ളത്. Anger is there in everybody. Little hatred is there in everybody. എല്ലാവരുടെ ഉള്ളിലും ചെറിയ വിദ്വേഷങ്ങളൊക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, കോപം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. And if you truly want to win this fight, then you must help by removing anger from your heart, by removing arrogance from your heart, by removing hatred from your heart and replacing them with love, humility and compassion. ഈ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദ്വേഷം മാറ്റണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ധാർഷ്ട്യം മാറ്റണം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വിദ്വേഷം മാറ്റണം. മറിച്ച് സ്നേഹം കൊണ്ട്, വിനയം കൊണ്ട്, ആർദ്രത കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പോരാട്ടത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. And finally, Wayanad is the only constituency in the country that is going to have 2 members of parliament. അവസാനമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ത്യയിൽ വയനാടാണ് ഈ രാജ്യത്തെ ഒരേ ഒരു നിയോജക മണ്ഡലം. 2 ജനപ്രതിനിധികൾ ഉണ്ടാകാൻ പോകുന്ന 2 ജനപ്രതിനിധികളുള്ള ഒരേ ഒരു നിയോജക മണ്ഡലം വയനാടാണ്. One official member of parliament and the other unofficial member of parliament. ഒരു ഔദ്യോഗിക ജനപ്രതിനിധിയും രണ്ടാമത്തെ അനൗദ്യോഗിക ജനപ്രതിനിധിയുമുള്ള 2 പ്രതിനിധികളുള്ള ഒരു പാർലമെന്റ് മണ്ഡലം. Thank you for all your support, all your love and affection, and love you very much. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. I'm always at your service anytime you need. നിങ്ങൾക്ക് ഏത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ സേവനത്തിന് ഞാൻ എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ലഭ്യമാണ്. Thank you. നന്ദി.